ഓൾ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഏപ്രിൽ മാസത്തിലാണ് കേട്ടോ. ഞങ്ങളിവിടെ സ്പ്രിംഗ് സീസണിൽ ഒരു ട്യൂലിപ്പ് ഫീൽഡ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്യൂലിപ്പ് ഫീൽഡിൻ്റെ പേര് ഹോളണ്ട് റിഡ്ജ് ഫാം എന്നാണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ച ഒരുപാട് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായി. പല കാരണങ്ങളുണ്ട് ഇത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ രാവിലെ ഇറങ്ങി 1 മണിക്കൂറോളം ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു ഫാമിൽ എത്തിയിട്ടുണ്ട്. വലിയ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ളൊരു ഫാമാണ്. നമുക്ക് ഒരുപാട് പാർക്കിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ. പക്ഷേ അതിൻ്റെ എൻട്രി ഫീ ഒരു ഫീ ഉണ്ട്. അത് എത്രയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പാർക്കിംഗ് സ്പോട്ട് കിട്ടുമോ എന്ന് നോക്കി തപ്പി നടക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പാർക്ക് ചെയ്തതിന് ശേഷം കാണാം. ഞങ്ങളങ്ങനെ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളുടെ ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ട്യൂലിപ്പ് ബൾബിൻ്റെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിട്ടുണ്ടായി. പിന്നെ ഈ ബാക്കിൽ കാണുന്ന ആ 2 ഷൂസ് എന്ന് പറയുന്നത് ഡച്ച് ക്ലോക്സ് എന്നാണ് അതിനെ പറയുന്നത്. ഈ ഡച്ച് ക്ലോക്സ് വന്നിട്ട് യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതലായിട്ടും ട്യൂലിപ്പ് ഫീൽഡും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ട്യൂലിപ്പ് ഫാമിൽ പണിയെടുക്കുന്ന സമയത്ത് ഇടുന്നത് ഈ ഒരു ഷൂസ് ആണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു വുഡൻ കൊണ്ടുണ്ടാക്കിയ ഷൂസാണ്. അപ്പോൾ അവിടെയുള്ള ആ ഒരു വെറ്റ് ക്ലൈമറ്റിൽ വഴുക്കി പോകാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഷൂസ് ഇടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളപ്പോൾ ആ ഒരു ഡച്ച് ക്ലോക്സിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ മുമ്പോട്ട് നടന്നിട്ടാം. വലിയ ഫീൽഡാണ്. ഏകദേശം 300+ ഏക്കേഴ്സ് ഉണ്ട് ഈ ഒരു സ്ഥലം വന്നിട്ട്. ഇത് നടത്തുന്നത് ഒരു ഫാമിലിയാണ് കേട്ടോ. ഒരു ഫാമിലിയിൽ അച്ഛനും മോനും കൂടിയിട്ടാണ് ഈ ഒരു ഫാം നടത്തുന്നത്. പിന്നെ സ്റ്റാഫിനെ വെച്ചിട്ടാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫീൽഡിനകത്ത് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോ പ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫുഡ് ട്രക്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ലൈവായിട്ട് മ്യൂസീഷ്യൻസ് വന്ന പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്, ബാൻഡും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ഫോട്ടോ പ്രോപ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിട്ടുണ്ടായി. പിന്നെ ഇടയിലിടയിൽ ഇതുപോലെ സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ അടിപൊളിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ഫാം കാണാൻ പോയതൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. വീക്കെൻഡ്സിലാകുമ്പോൾ ആ ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫ്രൈഡേയിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ പോയ ആ ഒരു വീക്ക് കഴിഞ്ഞ് പിന്നെ ഒരു വീക്കും കൂടെ മാത്രമേ ഈ ഒരു ട്യൂലിപ്പ് ഫാം അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്താണ് ഇവർ ഫുൾ ബ്ലൂം എന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ ട്യൂലിപ്പ് കണ്ടിട്ടുണ്ടാവും, കൂമ്പി നിൽക്കുന്ന മാതിരിയാണ് ആ ഒരു ഫ്ലവർ ഉണ്ടാവുക. പക്ഷേ അത് ഫുൾ ബ്ലൂം ആവുന്ന സമയത്താണ് കുറച്ച് തുറന്ന് വരിക ആ ഒരു പൂവ്. അപ്പം ഞങ്ങൾ പോയത് ഫുൾ
ഫുൾ ബ്ലൂം സമയത്തായതുകൊണ്ട് തന്നെ ആ ഒരു ട്യൂലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തുറന്നു വന്നിട്ടായിരുന്നു ഉണ്ടായത്. പിന്നെ അവിടെ ട്യൂലിപ്പ് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് ട്യൂലിപ്പ് ആൾക്കാർ പറിച്ച് പോയതുകൊണ്ട് തന്നെ കുറേ ഇതൊക്കെ ഫ്രീ സ്പേസ് ആയിട്ടാണ് ഉണ്ടായത്. നല്ല ആ ഒരു ഭയങ്കരം തിങ്ങി നിറഞ്ഞ ആ ഒരു ഭംഗി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള ഫീൽഡിലൊക്കെ ഇവിടെ ഉണ്ടല്ലോ സാധാരണ ആൾക്കാർ വല്ല വെഡിങ് ഷൂട്ടോ അതുപോലെ പ്രീ വെഡിങ് ഷൂട്ടോ മാറ്റേണിറ്റി ഷൂട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാമല്ലോ. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ നടന്നതാ ഈ ഒരു ഫീൽഡിൻ്റെ മിഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിഡിലാണ് ഇവർ ഫുഡ് ട്രക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈവ് മ്യൂസീഷ്യൻസിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതും ഇവിടെയാണ്. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് വെറൈറ്റി ഫുഡ് ട്രക്സ് ഉണ്ടായിട്ടുണ്ടായിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്താണ് ഞങ്ങൾ ലഞ്ചിന് കഴിക്കുക എന്നുള്ളത്. Tacos, quesadilla, Mexican corn, BBQ, freshly squeezed lemonade, steak one, burger. അങ്ങനെ ഞങ്ങളിതാ ഈ കണ്ട ട്രക്കിൽ നിന്ന് ഞങ്ങളൊരു ബർഗർ ഓർഡർ ചെയ്തിട്ട് ഞാനിവിടെ ടോക്കൺ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏട്ടൻ പിസ്സ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ബർഗർ കിട്ടിയിട്ടുണ്ട്. ഇഷ്യൂ ഏട്ടനും പിസ്സയും വാങ്ങിയിട്ട് വരുന്നുണ്ട്. നമുക്ക് ബർഗർ കിട്ടി. ബർഗർ വാങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ലഞ്ചിന് ഇവിടുന്ന് വാങ്ങി കഴിച്ചത്. ഒരു പിസയും പിന്നെ ഒരു ബർഗറും അതുപോലെ തന്നെ ഒരു ഫ്രഷ്ലി സ്ക്യൂസ്ഡ് ലെമണേഡും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സമാധാനത്തിലിരുന്നിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓൾറെഡി കുറേ നടന്നിട്ട് ടയേർഡായിട്ടുണ്ടായി. പിന്നെ നല്ല തണുപ്പായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്നിട്ട് എൻ്റെ ഭയങ്കര ബ്രീത് ചെയ്യുന്ന സൗണ്ടും ഭയങ്കരമായിട്ടുണ്ടായി. കാരണം നമ്മൾ തണുപ്പ് സമയത്ത് നമ്മൾ ബ്രീത് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കൂടുമല്ലോ. നമ്മൾ ഈ ട്യൂലിപ്പ് ഫീൽഡിൻ്റെ ഈ ഒരു എന്താ പറയുക മിഡിലാണ് കേട്ടോ നമ്മളുള്ളത്. ഇനി ഇതുപോലെ ആദ്യം നമുക്ക് ഇതിൻ്റെ എന്ത് കാണണമെങ്കിൽ നടക്കാനുണ്ട്. പിന്നെ അത്രയും നമുക്ക് നടക്കാനുണ്ട്. നമ്മൾ ഇത്രയും കണ്ടു. അടിപൊളിയായിരുന്നു. ഈ ഒരു ഫീൽഡിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ഒരു US ആർമിയുടെ ഒരു ഹെലികോപ്റ്ററും കൂടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്ക് എത്രമാത്രം വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ അത്ര ഭയങ്കര ഇതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നില്ല കേട്ടോ ആ ഒരു ഭംഗി വന്നിട്ട്. എനിക്ക് ടോയ്ലറ്റ് പോകാൻ വേണ്ടി വന്നതായിരുന്നു. ഇതാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ടോയ്ലറ്റാണ് ഇത്. കാണിച്ചു തരാം ഞാൻ. ഇത് ബയോഡിഗ്രേഡബിൾ ടോയ്ലറ്റാണ് കേട്ടോ. അപ്പം തീരെ നിവൃത്തിയില്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. പോർട്ടബിൾ റെസ്റ്റ് റൂംസ്. ഇതിനകത്ത് ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡ് കളർ വരും. നമ്മളുള്ളിൽ ലോക്ക് ചെയ്യുന്ന സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതാണ് ക്ലീൻ സീറ്റ് പോർട്ടബിൾ റെസ്റ്റ് റൂം.
ഇവിടെ നമുക്ക് ട്യൂലിപ്പ് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ട്യൂലിപ്പ് നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സിറ്റിൽ പോകുന്ന സമയത്ത് അത് പേ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം. ഒരു ട്യൂലിപ്പിന് അവർ $1 വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും കുറച്ച് ട്യൂലിപ്പൊക്കെ പിക്ക് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ച്വലി പിക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ട്യൂലിപ്പ് ഫീൽഡിൽ വന്നിട്ട് ഈ ഒരു ട്യൂലിപ്പ് പിക്ക് ചെയ്യുന്നത്. ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ട്യൂലിപ്പ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യം പിക്ക് ചെയ്ത ഈ ട്യൂലിപ്പിനുണ്ടല്ലോ കൊന്നില്ല എന്നില്ല കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് അതിനെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ഇതാ വീണ്ടും നമുക്കൊരു ഫോട്ടോ പ്രോപ്സ് കിട്ടി കേട്ടോ. HRF, അതായത് ഹോളണ്ട് റിഡ്ജ് ഫാം. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ചെറിയൊരു ആനിമൽ ഫീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോണി റൈഡ് ഉണ്ട്. അതൊക്കെ വീക്കെൻഡ്സിലാണ് വരുന്നത്. ഞങ്ങൾ ഫ്രൈഡേ പോയത് കാരണം നമുക്കതൊക്കെ മിസ്സായിട്ടുണ്ടായി. പിന്നെ ഇങ്ങനെ സോവനീർ ഷോപ്പ് കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അതിനകത്ത് കയറി. ഇവിടെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെ സോവനീർ ഷോപ്പ് ഉണ്ടാവും കേട്ടോ. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുണ്ടായത് മരം കൊണ്ടുണ്ടാക്കിയ ട്യൂലിപ്സിൻ്റെ കുറേ ഷേപ്സും കാര്യങ്ങളും, പിന്നെ ഡച്ച് ക്ലോക്സിൻ്റെ കുറേ ഷേപ്പ്, കീ ചെയിൻ, പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, കുറേ ടീഷർട്ട് ഡിസൈൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനതിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ നേരത്തെ കണ്ട എല്ലാ ഫോട്ടോ പ്രോപ്സിൻ്റെ അടുത്തുനിന്നും ഞങ്ങളുടെ എല്ലാ ഫോട്ടോഷൂട്ടും കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് ഈ ഒരു ബേക്കറി ബണ്ണിലായിരുന്നു. അപ്പോൾ ഇതൊരു ബേക്കറി ഷോപ്പായിരുന്നു കേട്ടോ. നല്ല അടിപൊളി, നല്ല കയറുമ്പോൾ തന്നെ നല്ല കുക്കീസിൻ്റെയും ഒക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കയറി നോക്കി എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസ് നമുക്ക് വാങ്ങാൻ ഉണ്ടോ എന്നുള്ളത്. ഞങ്ങളപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഫുള്ളായിട്ടൊന്ന് നടന്ന് നോക്കി. ഇതിൻ്റെ ചുമരിലൊക്കെ വന്നിട്ട് അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ഒരുപാട് ബേക്കറി ഐറ്റംസ് അവിടെ ഉണ്ടായിട്ടുണ്ടായി. കേക്ക്, കപ്പ് കേക്ക്സ്, മാക്രോൺസ്, അതും പല ഷേപ്പിലും ഒക്കെ ആയിരുന്നു കേട്ടോ. പല വെറൈറ്റിയിലായിരുന്നു അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായത്. പിന്നെ ക്രോസാൻസ് കാര്യങ്ങൾ, പിന്നെ കേക്ക് പോപ്പ്, അങ്ങനെ ഒരുപാടുണ്ടായി. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ആക്ച്വലി നല്ല ഹെവി ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 കേക്ക് പോപ്പ് മാത്രം ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായി. മോൻ തിന്നോടാ. അങ്ങനെ ഞാൻ ആദ്യം പിക്ക് ചെയ്ത് ഈ ഒരു ട്യൂലിപ്പിന് ഒരു കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ യെല്ലോന്ന് ഞാൻ ഏതാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു യെല്ലോവും ഒരു വൈറ്റും ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. കാരണം ഇത് ഫുൾ ബ്ലൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരാഴ്ചയൊക്കെ ഇത് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു 4 മാത്രമേ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ആനിമൽ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രൈഡേ ആയതുകൊണ്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ജസ്റ്റ് കണ്ടു, അവിടെ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ടായിട്ടുണ്ടായി. ഇനി ഞങ്ങളിതായി കാണുന്ന ട്രക്കിൽ കയറാനായിട്ട് പോവാണ് കേട്ടോ. ആക്ച്വലി നമ്മളിപ്പം ഈ ഒരു ഫീൽഡിൻ്റെ ഏറ്റവും എൻഡിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ഒന്നുകിൽ എൻട്രൻസിലേക്ക് നടന്നിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രക്ക് സർവീസ് എടുത്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരു ട്രക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും തിരിച്ച് ഇത്രയും ദൂരം നടക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ട്രക്കിൽ പോകുന്നതാണ്.
അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസും കൂടെ നമുക്ക് ഫീൽ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ട്രക്കിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര പൊടിയായിരുന്നു. അത് നമ്മളുടെ വയൽ പോലെയുള്ളൊരു പ്രദേശമാണ് കേട്ടോ. അതുപോലത്തെ ഒരു മണ്ണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് ഭയങ്കര പൊടിയായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. മൊത്തം തുറന്ന് ആ ഒരു ട്രക്കിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം കുറേ ദൂരം ഉണ്ടായിട്ടുണ്ടായി. കാരണം അതൊരു വലിയ ഫീൽഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വലിയ ഫീൽഡാണ്. 300+ ഏക്കേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചുറ്റിയിട്ടാണ് ഈ ഒരു ട്രക്ക് പോകുന്നത്. പോവാ, ഇത് ബില്ല് ചെയ്യണ്ടേ? ഇത് ഫുള്ളിന് ബില്ല് ചെയ്യാനൊക്കെ വാ ഇഷു വാ. ഞങ്ങളങ്ങനെ കുറേ നേരം യാത്ര ചെയ്തതാ ഈ ഒരു എൻട്രൻസ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രക്കിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി ഇതാ ഈ ഒരു വലിയ ക്യൂ നമുക്ക് നിൽക്കണം. ഈ ക്യൂ വന്നിട്ട് ട്യൂലിപ്പ് പിക്ക് ചെയ്ത ആൾക്കാർ അത് പേ ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം ട്യൂലിപ്പ് പിക്ക് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേഗം എക്സിറ്റ് വഴി നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു 4 ട്യൂലിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ നേരം ഈ ഒരു ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായി. Good. Show her the number and she'll ring you up. Okay. Thank you. Stamp ചെയ്തത് കാണിക്ക് കാണിക്ക് സ്റ്റാമ്പ് ഇതാ. ട്യൂലിപ്പ് സ്റ്റാമ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ട്യൂലിപ്പിന് പേയും ചെയ്ത് ട്യൂലിപ്പും വാങ്ങി പേയും ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോയ ദിവസം അവിടെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ പൈസ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു 4 ട്യൂലിപ്പ് സ്റ്റെമ്മിന് വന്നിട്ട്. ആക്ച്വലി അവർ $1 ഡെയിലി വാങ്ങുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഇതാ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ആദ്യം ചെയ്ത പരിപാടി നമ്മളുടെ ട്യൂലിപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നില്ലായിരുന്നു കേട്ടോ. കുറേ നേരമായി നമ്മളുടെ ട്യൂലിപ്പിന് വെള്ളമൊന്നും കിട്ടാതെ വല്ലാതെ വാടിയ ഒരു രീതിയിലാണ് അതില്ലത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ബാക്കി പരിപാടീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ട്യൂലിപ്പ് അങ്ങനെ കുറേ കാലം ഒരാഴ്ചയെങ്കിലും മിനിമം നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റെമ്മ് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ജസ്റ്റ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ കേട്ടോ. അപ്പോൾ അങ്ങനെ ചരിച്ച് കട്ട് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇലയോടെ വേണമെന്നുണ്ടെങ്കിൽ താത്ത് വെക്കാം വെള്ളത്തിൽ. പിന്നെ നമ്മൾ ഫ്ലവർ ഫുഡ് അല്ലെങ്കിൽ പ്ലാൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടാറുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം നാൾ നമുക്ക് നല്ല രീതിയിൽ അതുപോലെ നിൽക്കും കേട്ടോ. അന്ന് എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ എൻ്റെ അടുത്തുള്ള ഫ്ലവർ വേസിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് താത്ത് വെച്ചിട്ടാണ് ഉണ്ടായത്. അത് 1-2 ആഴ്ചയോളം ആ ഒരു ട്യൂലിപ്പ് അതുപോലെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടല്ലോ, അതിന് നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊരു പ്ലേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കുട്ടി വീഡിയോ വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ നിങ്ങളും ഈ ഒരു ട്യൂലിപ്പ് ഫാം എക്സ്പ്ലോർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത് തന്നെ കാണാം. ബൈ, ഹാവ് എ ഗുഡ് ഡേ.